ലൈംഗിക അതിക്രമ കേസിൽ പ്രതി ചേർക്കപ്പെട്ട എം മുകേഷ് MLAക്ക് ഇന്ന് നിർണായകമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. നടൻ ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിലും കോടതി ഉത്തരവ് ഇന്നുണ്ടാകും. മുൻകൂർ ജാമ്യം നേടാൻ നടൻ നിവിൻ പോളിയും ഹൈക്കോടതിയെ സമീപിക്കും. DGPക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നടൻ. പീഡനക്കേസ് ഗൂഢാലോചന എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകുക. കേസിൽ പരാതിക്കാരിയുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ശ്യാം ദേവരാജ് ചേരുന്നൊരു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, നമുക്ക് നിവിൻ പോളിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. ആദ്യഘട്ടത്തിൽ മുകേഷിന്റെ ജാമ്യം അതിന്നുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുകേഷിനോടൊപ്പം മറ്റ് സിനിമാ താരങ്ങളുടെയും ലോയേഴ്സ് കോൺഗ്രസിലെ പ്രതിനിധിയുടെയും ഒക്കെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്നത്തെ സാധ്യതകൾ? മുകേഷിൻ്റെ കാര്യത്തിൽ ഇന്ന് വളരെ നിർണായകമാണ്. ജാമ്യം കിട്ടിയില്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകും, പക്ഷേ ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണ് ശ്യാം ദേവരാജ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അധ്യാപക ദിന ആശംസകൾ. അങ്ങനെ അധ്യാപകൻ കൂടി ആയതുകൊണ്ടാണ് അധ്യാപക ദിന ആശംസകൾ. ഇന്ന് മുകേഷിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു ദിവസമാണ്. ആ നിർണായകമായ ദിവസത്തിലെ സമയം എന്നത് രാവിലെ 11 മണിയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് 11 മണിക്കാണ്. 11 മണിക്ക് ഇതിൻ്റെ ഉത്തരവ് നമ്മൾ പുറത്തുവിടും. കോടതി ഈ വിധി പറയുമ്പോൾ കോടതിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചൂടേറിയ വാഗ്വാദങ്ങളാണ് അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. ഇതിൽ മുകേഷിന് അനുകൂലമായി നിരവധിയായ ഘടകങ്ങളുണ്ട് എന്ന കാര്യമാണ് മുകേഷിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അടച്ചിട്ട കോടതി മുറികളിലായിരുന്നു വാദം. അതുകൊണ്ട് തന്നെ വാദത്തിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കുക നിർവാഹമില്ല. ഈ മുകേഷിനെ ഉൾപ്പെടെയുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് അനിവാര്യമാണ് എന്ന കാര്യമാണ് അഭിഭാഷകൻ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാടനുസരിച്ച് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള തീരുമാനം അന്വേഷണ സംഘം കൈക്കൊള്ളും. എല്ലാവരുടെയും അറസ്റ്റിലേക്ക് കടക്കുക, അന്വേഷണം ഒരു ഘട്ടം പൂർത്തിയാക്കിയതിനു ശേഷം അറസ്റ്റിലേക്ക് കടക്കുക എന്നതാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിധി എന്നത് അല്ലെങ്കിൽ മുകേഷ്, ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുള്ള വിധി ഏറെ നിർണായകമാണ്. അവർക്ക് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത് മുൻകൂർ ജാമ്യമാണ്, ബലാത്സംഗ കേസാണ്, അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രനാൾ വൈകിയെങ്കിലും അത് ഒരു കുറ്റം എന്നത് അല്ലെങ്കിൽ ഒരു ആരോപണം എന്നത് അത് ഗൗരവതരമായി തന്നെ കണക്കാക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ നിർണായകമാണ്. വളരെ ആകാംക്ഷയോടുകൂടി തന്നെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. നമ്മൾ കോടതി മുറിയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ 11 മണിക്കാണ്, വളരെ കൃത്യം 11 മണിക്ക് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ആദ്യം ഈ 3 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയുള്ള ഉത്തരവാണ് പറയുക. ഉത്തരവ് പറഞ്ഞിട്ടായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അതിൻ്റെ ദൈനംദിന നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും മുകേഷിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും നിർണായകമായ ദിവസമാണ്. ഇടവേള ബാബുവിനെ സംബന്ധിച്ചും ഒപ്പം ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് VS ചന്ദ്രശേഖരനെ സംബന്ധിച്ചും. ഡോക്ടർ, ഓക്കെ, മറ്റൊന്ന് നിവിൻ പോളിയുടെ കേസാണ്. നിവിൻ പോളിയുടെ കേസിൽ ഇന്നലെ പരാതിക്കാരിയുമായി നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അതിൽ മൊഴിയിൽ ഒട്ടേറെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ചില നിർണായകമായ വിവരങ്ങൾ നമുക്കും ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി, ആ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടാത്തത് ആരോപണ വിധേയനായ നടനും നടൻ്റെ അടുത്ത ആളുകളുമൊക്കെ നമ്മളോട് പറഞ്ഞത് അതൊക്കെ നമ്മൾ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്താൽ അത് ആ കേസിനെ ദുർബലമാക്കും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിവിൻ പോളി DGPയെ സമീപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കൗണ്ടർ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു. കാര്യം ഇവരുടെ വിശ്വാസ്യതാ പ്രശ്നമാണ്. ഇവരൊരു ഗൂഢാലോചന നടത്തിയാണ് തന്നെ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വിനീത് പോളിയുടെ ആക്ഷേപം. മാത്രവുമല്ല, ഇന്നിപ്പോൾ ഈ കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ശ്യാം നിവിൻ്റെ കാര്യത്തിൽ? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിഭാഷകനുമായി നിരന്തരം നിവിൻ പോളി ബന്ധപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അഭിഭാഷകൻ്റെ കർശനമായ നിബന്ധന അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് നിവിൻ പോളി മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിവിൻ പോളിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് P മോഹൻരാജാണ്. ആലുവയിലെ 5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന P മോഹൻരാജാണ്. ക്രിമിനൽ കേസിലെ അഭിഭാഷകനാണ് P മോഹൻരാജ്. അദ്ദേഹമാണ് നിവിൻ പോളിയുടെ കേസ് കൈകാര്യം ചെയ്യുന്നത്. നിവിൻ പോളിക്ക് ലഭിച്ചിരിക്കുന്ന
നിയമോപദേശം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പുറത്ത് കൂടുതൽ സംസാരത്തിലേക്ക് പോകരുത് എന്ന കർശനമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഈ കേസ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയാണ്, അതിനുശേഷമാണ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എന്നൊരു നിലപാടാണ് അവർ നിവിൻ പോളിയുടെ അഭിഭാഷകനും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ തനിക്ക് അനുകൂലമായ നിലപാടുകൾ തെളിവുകളൊക്കെ അവതരിപ്പിക്കാനാണ് നിവിൻ പോളി ലക്ഷ്യമിടുന്നത്. ഇതിൽ രണ്ട് രീതിയിൽ മുന്നോട്ട് പോകാനാണ് നിവിൻ പോളിയുടെ അഭിഭാഷകൻ നിലവിൽ ലക്ഷ്യമിടുന്നത്. അത് ഈ പരാതിക്കാരിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ആ പരാതിക്കാരിയുടെ മൊഴി ലഭിച്ചതിന് ശേഷമായിരിക്കും അതിന് കോടതിയിൽ അപേക്ഷ നൽകും. ആ അപേക്ഷ അനുസരിച്ച് ഈ മൊഴിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, നിവിൻ പോളി ജാമ്യം തേടി ഹൈക്കോടതി അല്ലെങ്കിൽ എറണാകുളം സെഷൻസ് കോടതിയെ സമീപിക്കും. എറണാകുളം സെഷൻസ് കോടതിയെ സമീപിക്കാനാണ്, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് സാധ്യത കൂടുതൽ. അതായത് ഈ മുൻഗണനാ ക്രമത്തിൽ ഏറ്റവും ആദ്യത്തെ പടി തന്നെ ആദ്യം ചവിട്ടുക, അതിന് മുകളിലേക്കുള്ള പടി അതിനുശേഷം ചവിട്ടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിൽ, ജില്ലാ തലത്തിലുള്ള ക്രിമിനൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിക്കാൻ തന്നെയാണ് ഏറ്റവും സാധ്യത. അത് ഈ മൊഴിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും അത്തരമൊരു സാധ്യത. പിന്നീട് മുൻകൂർ ജാമ്യത്തിൻ്റെ വാദം അല്ലെങ്കിൽ അതിൽ ഉള്ള കോടതിയുടെ ഒരു നിലപാട് ഒക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് FIR റദ്ദാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും പ്രധാനം ഈ മൊഴിപ്പകർപ്പ്, പരാതിക്കാരിയുടെ മൊഴിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും ഏത് രീതിയിൽ മുന്നോട്ട് നീങ്ങണം എന്നതിൽ അഭിഭാഷകൻ നിവിൻ പോളിയൊക്കെ തീരുമാനമെടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ശ്യാം നമ്മുടെ പക്കലുണ്ട്. നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമായിരിക്കും. കേസിനെ ദുർബലപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ്. ഇന്നലെ പരാതിക്കാരിയുമായി നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. ആ പരാതിക്കാരിയുമായി സംസാരിച്ചപ്പോൾ ചില മൊഴിവൈരുദ്ധ്യങ്ങൾ അതിലുള്ളതായി നമുക്ക് തോന്നി. പക്ഷേ അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമ്മുടെ കമൻസ് അവിടെ റിസർവ് ചെയ്യുന്നു. പക്ഷേ എപ്പോഴും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ആരോപണങ്ങളുടെ സീസണാണല്ലോ. ആ ആരോപണ സീസണിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, വെളിപ്പെടുത്തലുകൾ നടത്തുന്നവരുണ്ട്. അത് അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് തുറന്നു പറയുന്നവരാണ്. റിപ്പോർട്ടർ TV-യിലൂടെ തന്നെ അത് പ്രേക്ഷകർ കേട്ടിട്ടുമുണ്ട്. എന്നാൽ അതേസമയം ഈ ആരോപണങ്ങളുടെയൊക്കെ യഥാർത്ഥ വെളിപ്പെടുത്തലുകളുടെ മറ പിടിച്ച് ചില ആരോപണങ്ങൾ വരും. അവരെ നമ്മൾ സൂക്ഷിക്കണം, അവരെ നമ്മൾ ഒരു അകലെ തന്നെ മാറ്റി നിർത്തുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ അവരോട് കൗണ്ടറായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ചിലർ എന്നോട് ചോദിച്ചു, നിങ്ങളിതിൽ അവരെ ക്രോസ് വിസ്താരം ചെയ്തത് അത്ര ശരിയായോ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ക്രോസ് വിസ്താരമല്ല. നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു വ്യാജ പരാതിയുമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനുള്ള തിരിച്ചറിവ് ബോധ്യം നമുക്കുണ്ടാവണം. അവരെ നമ്മൾ എക്സ്പോസ് ചെയ്യുക തന്നെ ചെയ്യും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ അതേസമയം പരാതി ഒറിജിനലാണ് എന്ന് നമുക്ക് നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇവർ പറയുന്നതിനകത്ത് വൈരുദ്ധ്യങ്ങളില്ല എന്നുള്ളത്. എന്നാൽ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ എടുക്കാൻ കഴിയില്ല. ചിലർക്ക് സ്വാഭാവികമായും മറവി ഉണ്ടാവാം, മറ്റു ചിലർ മറവി അഭിനയിക്കുന്നവരും ഉണ്ടാവാം. ഇവരെ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം.